വടിക്കമ്പിന് ഒരു തട്ടുപോലും വേണ്ടി വന്നിട്ടില്ല വിനോദിന്. കെട്ടിയഴിക്കൽ ചടങ്ങിന്റെ മുറകളോ ശിക്ഷണങ്ങളോ ഒന്നും ഇവനുമേൽ പ്രയോഗിക്കേണ്ടി വന്നിട്ടില്ല എന്ന് കേൾക്കുമ്പോൾ ഏത് ആനപ്രേമിയാണ് അതിശയിക്കാത്തത്? ഈ ഇണക്കം തന്നെയാണ് അമ്പലങ്ങളിൽ വിനോദിനെ വേണ്ടപ്പെട്ടവനും പ്രിയപ്പെട്ടവനുമാക്കുന്നത്. തോട്ടികൊണ്ടോ വലിയ കോലുകൊണ്ടോ തട്ടി എഴുന്നള്ളത്തുകളിൽ ഇവന്റെ ശിരസ് ഉയർത്തി നിർത്തേണ്ട ആവശ്യമില്ല. തന്റെ ഉത്തരവാദിത്വം തിരിച്ചറിയുന്ന ഒരു ഭടന്റെ ഉണർവോടെ വിനോദ് നിൽക്കും. അതിനിടയിൽ ഏത് പ്രലോഭനം വന്നാലും വഴങ്ങില്ല. മാത്രമല്ല, ഒപ്പമുള്ളവരോട് ആരോഗ്യകരമായൊരു മത്സരം കൂടിയുണ്ട്. ആ ഒറ്റ നിലവ് കണ്ടാൽ ഏത് ദൈവവും പ്രസാദിക്കും. അത്രമാത്രം ഭക്തിയോടെയാണ് വിനോദിന്റെ എഴുന്നള്ളത്തുകൾ. ഒരു സിനിമാ പ്രേമി കുറസോവയുടെയും ബർഗ്മാന്റെയും എല്ലാം ചിത്രങ്ങളിലെ സൂക്ഷ്മ അംശങ്ങൾ ശ്രദ്ധിക്കുന്നത് പോലെ എല്ലാ ഉത്സവ പറമ്പുകളിലും ആതിര വിനോദിനെ സൂക്ഷ്മമായി പിന്തുടരുന്ന ആനപ്രേമികളുണ്ട്. അവർ രാത്രിയിലും വെട്ടിത്തിളങ്ങുന്ന ആ തലയെടുപ്പിനെയും തിടമ്പേറ്റിയ സൗന്ദര്യത്തെയും അടുത്തറിയുവാൻ അവൻ വരുന്ന ഇടങ്ങളിലേക്കെല്ലാം യാത്ര നടത്തുന്നു, ആഹ്ലാദപൂർവ്വം. 10 വർഷം കൊണ്ട് ഈ ആനയെ നേരിട്ടറിയാവുന്ന വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഈ ആന കാഴ്ചയിൽ കേരളത്തിലെ നാടനാനകളുടെ രൂപസാദൃശ്യമുള്ള ആനയാണ്. അതുപോലെ സ്വഭാവം, മതപ്പാടിൽ പോലും ആനയെ എഴുന്നള്ളിക്കാവുന്ന അത്ര സ്വഭാവശുദ്ധിയുള്ള ആനയാണ്. ഇതിനെ കെട്ടിയഴിക്കേണ്ട ആവശ്യമേ ഇല്ല. കാര്യം പഴയ പാപ്പാൻ മാറി പുതിയ പാപ്പാൻ വന്നപ്പോൾ വടിക്കമ്പിന് ഒരു അടി പോലും കൊടുക്കാണ്ട് പുതിയ പാപ്പാൻ ആനയെ ചട്ടമാക്കി കൊണ്ടുപോയത്. അത്ര ശാന്ത സ്വഭാവിയും പിന്നെ തലയെടുപ്പും പിന്നെ ഒറ്റ നിലവെന്ന് പറയും. ആന എഴുന്നള്ളിച്ച് നിർത്തി കഴിഞ്ഞാൽ ഒറ്റ നിലവിൽ ആന നിൽക്കും. ആനക്കാരൻ വടിക്കമ്പ് കൊണ്ട് പൊക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒറ്റ നിലവാണ്. പിന്നെ വീണെടുത്ത കൊമ്പുകളാണ്. എല്ലാ സ്വഭാവവും അഴകും ഒക്കെ ഒത്തിണങ്ങിയ ആനയാണ് ഈ വിനോദ്. കൂട്ടാനയുടെ ശല്യമൊന്നുമില്ല. കൂടെ എഴുന്നള്ളിക്കുന്ന ആനകളോട് യാതൊരുവിധ ശല്യമില്ല. ആർക്ക് വേണമെങ്കിലും എഴുന്നള്ളിക്കാം. ആരോടും യാതൊരു വഴക്കുമില്ല. എനിക്ക് ആരോടും ഒരു പിണക്കവുമില്ല. അതിലെ വിനോദിനെക്കുറിച്ച് വളരെ കുറച്ച് കാലമായിട്ട് നമുക്ക് അടുത്തറിയാവുന്ന ആനയാണ്. വളരെ സൗമ്യനാണ്. ഞങ്ങൾക്കൊക്കെ വളരെ താല്പര്യമുള്ള ഒരു ആനയാണ്. വളരെ ലക്ഷണമൊത്ത ഒരു ആനയാണ്. ഞങ്ങൾക്കുള്ള ആനയുടെ സത്യം പറഞ്ഞ ഒരു ആനപ്രേമം ഞങ്ങൾക്കുണ്ടായത് ആതിര വിനോദ് വഴിയാണ്. ആതിര വിനോദ് 2 കൊല്ലമായി ഇപ്പോൾ എറണാകുളം ജില്ലയിലേക്ക് ഒരു എടുത്തു വളരുന്ന ഒരു ആന, അല്ലെങ്കിൽ വളരെ അറിയപ്പെട്ടു വരുന്ന ഒരു ആന ആണ് ആതിര വിനോദ്. ഇപ്പോൾ എറണാകുളം ജില്ലക്കാർക്ക് കഴിഞ്ഞ കൊല്ലമാണ് ആതിര വിനോദിനെ പരിചയപ്പെടുത്തിയത്. തൃപ്പൂണിത്തുറയിൽ ഏകദേശം മെയിൻ ഒരു ഉത്സവങ്ങളിൽ ഒരു പ്രധാന ഘടകം എന്നുള്ള തൃപ്പൂണിത്തുറ ഉത്സവത്തിന് ആതിര വിനോദ് വരികയും അങ്ങനെ തന്നെ ആനയ്ക്ക് ഒരു നല്ലൊരു പേരുണ്ടാവുകയും ചെയ്തു. പിന്നെ എറണാകുളം തൃശ്ശൂർ ഭാഗങ്ങളിലേക്ക് ഇനിയും ആതിര വിനോദ് വരണമെന്നാണ് എൻ്റെയും എന്നെപ്പോലുള്ള ആനപ്രേമികളുടെയും ഒരാഗ്രഹം. വൈക്കം മഹാദേവ ക്ഷേത്രത്തിലെ അഷ്ടമി മഹോത്സവം, തൃപ്പൂണിത്തുറ പൂർണ്ണത്രയേശ്വരി ക്ഷേത്രത്തിലെ വൃശ്ചികോത്സവം, കന്യാകുമാരി ജില്ലയിലെ പ്രസിദ്ധ ക്ഷേത്രമായ അളപ്പൻകോട് അയ്യപ്പ ക്ഷേത്രത്തിലെ അയ്യപ്പൻ വിളക്ക്, പൂരങ്ങളായ ചെമ്പൂത്തറ പൂരം, ഉത്രാളിപ്പൂരം, പാർക്കാടിപ്പൂരം, ചീരൻകുളം പൂരം, നെന്മാറവേല എന്നിവിടങ്ങളിലെല്ലാം ഇന്ന് വിനോദിന്റെ നിറസാന്നിധ്യമുണ്ട്. ലൊക്കേഷനുകളിൽ നിന്നും ലൊക്കേഷനുകളിലേക്ക് പാഞ്ഞു നടക്കുന്ന ഒരു സൂപ്പർ താരത്തിന്റെ പരിവേഷമാണ് ഉത്സവ പറമ്പുകളിൽ ആതിര വിനോദിന് എന്ന് ചുരുക്കം. തിരുവനന്തപുരത്തെ പ്രസിദ്ധ ക്ഷേത്രങ്ങളായ കുളത്തൂർ കോലത്തുകര ക്ഷേത്രത്തിലും പോത്തൻകോട്ടെ പണിമൂല ക്ഷേത്രത്തിലും ആതിര വിനോദ് പതിവായി എത്തുന്നു. മാത്രമല്ല, ഭീമാപ്പള്ളി ഉറൂസിനും ആതിര വിനോദ് എത്താറുണ്ട്. കൂട്ടാനകളോട് ഒരിക്കൽ പോലും ഇടഞ്ഞിട്ടില്ലാത്ത വിനോദ് ഒരിക്കൽ ആനകൾ ഇടഞ്ഞപ്പോൾ സംയമനം പാലിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു. കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിലെ ഉത്സവത്തിന് അത്ര കേമന്മാരല്ലാത്ത ഗജവീരന്മാർക്കൊന്നും പ്രവേശനം കിട്ടാറില്ല. വ്യാജ ഡിഗ്രിയോ വളഞ്ഞ വഴിയോ ഉന്നതങ്ങളിൽ നിന്നുള്ള സമ്മർദ്ദമോ വിലപ്പോവില്ല. അവിടെ ഒരു VVIPയുടെ പകിട്ടാണ് ആതിര വിനോദിനുള്ളത്. പതിവ് പോലെ ക്ഷണം കിട്ടി. വിനോദ് കൃത്യമായി ക്ഷേത്രത്തിലുമെത്തി. അവിടെ അപ്പോൾ മറ്റുള്ള ഗജവീരന്മാരും എത്തിക്കഴിഞ്ഞിരുന്നു. ആരും മോശക്കാരല്ല, സർവപ്രതാപികൾ. വീറും വാശിയും നിറഞ്ഞ പ്രകടനത്തോടെ ഓരോരുത്തരും മത്സരിച്ച് നിൽക്കുകയാണ്. പൊടുന്നനെയാണ് അവരിൽ ഒരാൾ ഇടഞ്ഞത്. തെളിഞ്ഞ മാനം പെട്ടെന്ന് കാറും കോളും കൊള്ളുന്നത് പോലെ ഒരു മാറ്റം. ആരും ആ മാറ്റം പ്രതീക്ഷിച്ചിരുന്നില്ല. ഉത്സവപ്പറമ്പ് ആകെ ഭീതി നിറഞ്ഞു.
അരുവിക്കരയിലെ പൈപ്പ് പൊട്ടുന്ന വേഗത്തിൽ ആളുകൾ നാലുപാടും ചിതറി ഓടി. കോള് മാറിയ കൊമ്പൻ കണ്ണിൽ കണ്ടതെല്ലാം അടിച്ചൊടിച്ചു. മാത്രമല്ല, ഒരാളെ വകവരുത്തുകയും ചെയ്തു. ഇത്രയൊക്കെ കിടന്ന ഒരുത്തൻ അർമാദിച്ചിട്ടും യാതൊരു പ്രകോപനവുമില്ലാതെ നിൽക്കുക മാത്രമേ വിനോദ് ചെയ്തുള്ളൂ. ആൾക്കൂട്ടത്തിൽപ്പെട്ടാൽ ഒരു കല്ലെങ്കിലും എടുത്തെറിയാൻ തോന്നാത്ത ചെറുപ്പക്കാരുണ്ടോ ഇക്കാലത്ത്? അവിടെ ഒരു വലിയ ഗാന്ധിയന്റെ മനസ്സുമായി ക്ഷമയോടെ വിനോദ് നിന്നു. മാത്രമല്ല, അന്നേരം അത്രയും പാപ്പാനെ തുമ്പിക്കൈക്ക് കീഴിൽ സുരക്ഷിതനായി നിർത്തുകയും ചെയ്തു. ഒരമ്മയുടെ കരുതലും സഹനവും കാണിച്ച് വിനോദ് അവിടെ മറ്റുള്ളവരുടെ പ്രീതി ഏറ്റുവാങ്ങി. ഏത് തിരക്കിനിടയിലും വിനോദിനെ ഏത് പാപ്പാനും എഴുന്നള്ളിക്കാനാകുന്നത് ഈ ഗുണങ്ങളുള്ളതുകൊണ്ടാണ്.